ആദ്യമായിട്ടാണ് വണ്ടി ഫുള്ള് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യണം. വെൽക്കം ബാക്ക് ടു പാർട്ട് 3 ഓഫ് റീസ്റ്റോറിങ് മൈ RX 135. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ വണ്ടി ഷാസിയും എഞ്ചിനും മാത്രം വെച്ച് ബാക്കി എല്ലാം ഊരണം. ഇനി ഫ്രണ്ട് ഭാഗമാണ് നമുക്കുള്ളത്. ഫ്രണ്ടിലെ ടയർ ഊരി ഓൾറെഡി ഇതിൽ ഞാൻ പറഞ്ഞു ഡിസ്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഫ്രണ്ട് സസ്പെൻഷന് ഊരി ബെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് നമ്മുടെ ടാങ്ക് സൈഡ് ഊരി ബാക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഊരി നമ്മൾ വണ്ടിയുടെ സ്വിങ് ആം എല്ലാ സാധനവും ഊരി അത്യാവശ്യം പുതിയ സാധനങ്ങൾ കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുതിയ കാർബറേറ്റർ കാണാൻ പറ്റാം. പിന്നെ നമ്മുടെ മീറ്റർ കൺസോൾ പുതിയതാണ്. 0 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. ഒരു രീതിയിൽ പറഞ്ഞാൽ ഫ്രഷ് വണ്ടി എന്ന് വേണം നമുക്ക് പറയാം. പിന്നെ അത്യാവശ്യം ചില ഭാഗത്തൊക്കെ നമുക്ക് നല്ല തുരുമ്പ് കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അതൊക്കെ നമ്മൾ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് രണ്ടാമത് പെയിൻറ് ചെയ്യണമായിരിക്കും. ആൻഡ് ഹെഡ് ലാമ്പ് പുറത്തുനിന്ന് കാണാൻ അടിപൊളിയായിരുന്നു, പക്ഷേ ഊരിയപ്പോൾ അകത്തെ ഭാഗം ഫുൾ ക്രാക്ക് ആയിരുന്നു. അപ്പോൾ അതും നമുക്ക് റീപ്ലേസ് ചെയ്യണം. താങ്ക്സ് ടു മോട്ടോഫാബ് ഗാരേജ്, അവർ എനിക്ക് ഈ ഒരു സ്പേസ് കുറച്ച് നേരത്തേക്ക് തന്നതും എനിക്ക് അവരുടെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ തന്നതുകൊണ്ട് വണ്ടി എനിക്ക് പെട്ടെന്ന് തന്നെ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റി. RX നമ്മളിത് അഴിച്ച് ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എഞ്ചിനാണ്. എഞ്ചിനിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അതുകൊണ്ട് ഓയിൽ ലീക്ക് ഉണ്ട് എഞ്ചിൻ്റെ അകത്ത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എഞ്ചിൻ ഊരി നമ്മൾ ഫുൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. 135 ആണ് ഇരിക്കുന്നത്, 4 സ്പീഡാണ്. അപ്പോൾ നോക്കാം, ഇത് സെറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി അടുത്തൊരു വീഡിയോയിലാവാം.